സജി ചെറിയാനെതിരായ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയേക്കില്ല. വ്യക്തി എന്ന നിലയിൽ സജി ചെറിയാൻ കോടതിയെ സമീപിക്കാമെന്ന് വിലയിരുത്തൽ. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തെല്ലാമാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? സജി ചെറിയാനെതിരായ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയേക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യക്തി എന്ന നിലയിൽ സജി ചെറിയാന് കോടതിയെ സമീപിക്കാം. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അപ്പീൽ നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ മാത്രമായിരുന്നു ഇതിൽ എതിർകക്ഷിയായി വന്നത്. സജി ചെറിയാൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയിരുന്നത് തന്നെ കേൾക്കാതെയാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാന് വ്യക്തിപരമായി വേണമെങ്കിൽ ഇതിൽ അപ്പീൽ നൽകാം. സർക്കാർ എതിർകക്ഷിയായി ഈ കേസിൽ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിന് അപ്പീൽ നൽകേണ്ടതില്ല എന്ന രീതിയിലുള്ള നിയമോപദേശം ലഭിച്ചു എന്ന വിവരം അറിയാൻ സാധിക്കുന്നു. സജി ചെറിയാന് വേണമെങ്കിൽ ഇത്തരത്തിൽ സിംഗിൾ ബെഞ്ചിൽ ഈ വിഷയം ഡിവിഷൻ ബെഞ്ചിൽ അവതരിപ്പിക്കാം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് തന്നെ കേൾക്കാതെയാണ് എന്ന് സജി ചെറിയാൻ ഇന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുശേഷം പോലീസ് റിപ്പോർട്ട് തള്ളണം എന്നൊരു ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുകയും ഹൈക്കോടതി ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുകയും ഇതിൽ വാദം നടത്തുകയും ചെയ്തിരുന്നതാണ്. പിന്നീട് ഹൈക്കോടതി തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഹർജി കോടതിയുടെ പരിഗണനയിലെത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗമാണ്, ഭരണഘടനയെ അവഹേളിച്ചു എന്ന രീതിയിൽ പരാമർശം നടത്തിയിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഇതിലെ അന്തിമ ഉത്തരവുണ്ടായത്. ഈ അന്തിമ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം തന്നെയാണ്, ഭരണഘടനയുടെ അവഹേളനമാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളണം. അതോടൊപ്പം തന്നെ തുടരന്വേഷണം നടത്തണം. DGP എത്രയും വേഗം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ഇതിൽ നിയമിക്കണം, അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശം കോടതി തന്നെ നൽകിയിരിക്കുന്നു. ഏതായാലും സർക്കാർ ഇതിൽ അപ്പീലിന് പോകണ്ട എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ കോടതി ഉത്തരവ് അനുസരിച്ചുള്ള തീരുമാനമനുസരിച്ച് ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് അന്വേഷണം തുടരാം, അല്ലെങ്കിൽ തുടരന്വേഷണം നടത്താം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണെന്ന്. തീർച്ചയായും. കാരണം കോടതി അത്തരം ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തുടരന്വേഷണം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോടതി ഉത്തരവിൽ ചില കാര്യങ്ങൾ കോടതി തന്നെ പരാമർശം നടത്തിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗം തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഭരണഘടനയും ദേശീയ പതാകയും അവഹേളിക്കുന്നത് 3 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ ഭരണഘടന എന്നത് വിമർശനത്തിന് അതീതമല്ല. വ്യവസ്ഥകളിൽ എന്തെങ്കിലും ഭേദഗതിയോ മാറ്റങ്ങളോ ലക്ഷ്യമിട്ടുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ കുറ്റകരമല്ല. പക്ഷേ ഈ മന്ത്രി നടത്തിയ അല്ലെങ്കിൽ മന്ത്രി പങ്കെടുത്ത യോഗം എന്ന് പറയുന്നത് അത്തരം ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നില്ല. പരാമർശങ്ങൾ സാന്ദർഭികമാണ് എന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ സന്ദർഭവും സാഹചര്യവും വിലയിരുത്തുന്നതിന് വീഡിയോ, ഓഡിയോ ക്ലിപ്പുകളോ അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടുകളോ പരിശോധിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഇതൊന്നുമില്ലാതെ പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന രീതിയിൽ ഇന്നത്തെ ഉത്തരവിൽ കോടതി തന്നെ പരാമർശം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ അപ്പീലിന് പോകേണ്ടതില്ല. എന്നാൽ സജി ചെറിയാൻ വ്യക്തിപരമായി അപ്പീൽ നൽകണമെങ്കിൽ നൽകാം എന്ന രീതിയിൽ നിയമപരമായി സജി ചെറിയാൻ ചെയ്യാൻ കഴിയുന്ന തുടർ നടപടികൾ എന്തെല്ലാമാണ്? ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇന്ന് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഈ ഉത്തരവ്. ഇതിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കും. ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ ഇതിൽ അപ്പീൽ നൽകാം. സർക്കാർ ഏതായാലും അപ്പീലിന് പോകണ്ട എന്ന തീരുമാനത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ വ്യക്തിപരമായി സജി ചെറിയാനും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാം എന്ന നിയമസാധ്യതയാണ് ഇനിയുള്ളത്. ശരി, ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.